ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്ര ഔറംഗാബാദിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു പുതിയൊരു കച്ചവടം തുടങ്ങി. സവാള കച്ചവടമാണ്. അതിൻ്റെ ഹോൾസെയിൽ റീറ്റെയിൽ സെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മഹാരാഷ്ട്രയിലുള്ള കർഷകരെ കാണാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര വന്നിരിക്കുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് നമുക്ക് വേണ്ട ക്വാളിറ്റിയിലുള്ള സാധനം ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് സംസാരിച്ച് അതിനൊരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി, നമ്മൾ ഒരുപാട് കർഷകരെ കണ്ടു, കണക്കിന് ഷെഡുകളിലും കയറി. അപ്പോൾ ഷെഡുകളിൽ പോകുമ്പോഴത്തേക്കാണ് നമ്മൾ കൂടുതലും നമ്മുടെ ഈ സവാളകൾ കാണിക്കാൻ പറ്റുന്നത്. കർഷകർ നമ്മൾ ഒരാളോട് സംസാരിക്കുന്നില്ലേ, സാധനം കാണിക്കാൻ പറ്റില്ല. കാരണം അവരെല്ലാം മറ്റേ നമ്മൾ കണ്ടില്ലേ, അതേപോലെ മറ്റേ ഇതിനകത്ത് ഇട്ടേക്കണേ. അപ്പൊ അതിനകത്ത് പോയി നമുക്ക് തുറന്നൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ രാവിലെ പോയ ഒരു ഷെഡില്ലേ, ഷെഡിലാണ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് ട്രാക്ടറിൽ അടിച്ചിട്ടേക്കണം. അതിന് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ വിചാരിച്ചാൽ കുറേ സാധനങ്ങൾ കാണിക്കണം, എവിടെയൊക്കെ നമ്മൾ പോണ്, ഏതൊക്കെ സ്ഥലത്ത് പോണ്, എത്രയൊക്കെ ഷെഡുകളുണ്ട്, പിന്നെ നമ്മളെ കുറേ പാർട്ടികൾ ഇതൊക്കെ കാണിക്കണമെന്നാണ്. പക്ഷെ പലയിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ പലയിടത്തും ചെല്ലുമ്പോൾ അവർക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവരെ ഷെഡ് കാണിക്കണേലും അവരെ സാധനങ്ങൾ കാണിക്കണേലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലേ, അതൊന്നും അല്ല, അത് വേറെ കാര്യമുണ്ട്. വേറെ കാര്യമുണ്ട്. ഇതിന്റെ ഔട്ട് എങ്ങനെ പറഞ്ഞെന്ന് അവർക്ക് അറിയില്ല, നമുക്കറിയാം. എന്താ പറയണത് അവർക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ വരുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ അവർ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഈ നമ്മൾ പോയടുത്തൊക്കെ ഇരുന്ന് ലേഡീസ് ആണ് ഇരുന്ന് ഇത് ഈ ഗ്രേഡ് ചെയ്യണതൊക്കെ. അപ്പൊ നമ്മൾ അവരുടെ പോയിരുന്ന് വീഡിയോ എടുക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ വീഡിയോകളൊക്കെ നമ്മൾ അതിൽ നിന്ന് ഇതാക്കി. നമ്മളത് തന്നെ, നമ്മളിപ്പോ ഒരു കാര്യം ഷെഡ്യൂൾ ചെയ്താണല്ലോ വന്നത്. നമ്മൾ ഇനി നാളെയും കുറച്ച് പേരെ ഇന്നത്തെ ബാക്കി ആൾക്കാർ നാളെയും കാണാനുണ്ട്, അവരെ നമുക്ക് കാണും. ഇവരെല്ലാം ഓക്കെ പറയണ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് എന്തായാലും അതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. പോണതിൽ ഓക്കെ പറയുന്ന ടീമുകളുണ്ടെങ്കിൽ നമുക്ക് അത് കാണിക്കാം. അതായത് അതായത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് സാധനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം ഞാൻ മാത്രം കച്ചവടം ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ വന്ന് സാധനം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് സാധനം കയറ്റി വിട്ടിട്ട് നാട്ടിൽ പോയി സെയിൽ ചെയ്ത് പിന്നെ തിരിച്ചു കയറി വരണ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് കച്ചവടം ചെയ്യണവരുണ്ടല്ലോ, അവർക്ക് ഇവിടെ വന്ന് സാധനം കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്ന്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല സാധനം പർച്ചേസ് ചെയ്ത് കൊടുക്കാന്നുള്ള ഇത് വെച്ചത്. ആ രീതിയിലാണ് നമ്മൾ നോക്കണം. അപ്പം നമ്മൾ ഒരാളെ മാത്രം കണ്ടിട്ട് കാര്യമില്ല, അപ്പോൾ ഒരു ഏരിയയിൽ പോയിട്ടും കാര്യമില്ല. നമ്മൾ എവിടെയൊക്കെ സവാള ഉണ്ട് അവിടെ എല്ലാം പോയി നോക്കണം, അവിടുത്തെ മാർക്കറ്റുകൾ നോക്കണം, അവിടുത്തെ വില നോക്കണം, ക്വാളിറ്റി നോക്കണം. പലയിടത്തും പല സാധനങ്ങളാണ് പറഞ്ഞത്, പല ക്വാളിറ്റിയാണ്, പല റേറ്റാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ദിവസം 2 ദിവസം കറങ്ങിയാലൊന്നും തീരൂല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാൾ ഒരു വണ്ടി ഇവിടെ നിന്നിട്ട് ഇപ്പം സമയം കിട്ടുന്ന സമയം വരെ നമുക്ക് ലോഡുള്ള ദിവസം അവൻ നിന്ന് ലോഡ് കയറ്റും. അല്ലാത്ത ദിവസങ്ങളിൽ, ലോഡില്ലാത്ത ദിവസങ്ങളിൽ പോയി ഫുള്ള് മാർക്കറ്റുകളും ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ട് ഇനിയും ആൾക്കാരെ കാണാനും മാർക്കറ്റുകൾ കയറാനും ഇഷ്ടംപോലെ ഉണ്ട്. ബാക്കി അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. വീഡിയോയിൽ കുറച്ച് പേരെ ഇപ്പം ഈ വീഡിയോ എടുത്തതിൽ നമുക്ക് ഓക്കെ പറഞ്ഞ കുറച്ച് പേരേ ഉള്ളൂ. ആ വീഡിയോസ് എന്തായാലും വരും. ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോയിൽ കാണാതെ ഒരുപാട് പേരെടുത്ത് നമ്മൾ അല്ലാതെ പോയി സംസാരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു ലോഡ് വേണം. ആ ഒരു ലോഡും കൂടെ എടുത്തിട്ട് നമ്മൾ പോകും. നമുക്ക് പറ്റിയ ഒരു ലോഡ് എടുത്തിട്ട് ഇവർക്കുള്ള ഒരു ലോഡ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കാണും. അപ്പൊ നമ്മൾ പോകും. ബാക്കി പ്രോപ്പർ സാധനമാണെന്നോ പ്രോപ്പർ അളവ് പ്രോപ്പർ റേറ്റ് കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടി ഞാൻ ഇവിടെ കാണും. ഇപ്പൊ ഇവർക്കുള്ള ഒരു കറക്റ്റ് ക്വാളിറ്റിയിലുള്ള ഉദ്ദേശം, ഇവർ ഉദ്ദേശിക്കുന്ന സാധനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് നാളെയോ മറ്റന്നാളോ ഇവർ പോവും, ഞാൻ ഇവിടെ തന്നെ കാണും. നോക്കി കയറ്റി വിടാറ്. ഓരോ നാട്ടിലും ഓരോ രീതിയാണ്. ഇപ്പം നമ്മളെ നാട്ടിലെ സൈസ് അല്ല എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട്, കൊല്ലം, കോട്ടയം, അങ്ങനെയൊക്കെ പലയിടത്തും പല സൈസാണ്. ഓരോരുത്തർക്കും ഓരോ സൈസ് സാധനമാണ് പറയണം. അപ്പോൾ നമ്മളവിടെ ചിലപ്പോൾ വലിയ സാധനങ്ങൾ വേണം, ചിലയിടത്ത് മീഡിയം മതി, ചിലയിടത്ത് ചെറുത് മതി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് എന്തായാലും ഇവിടെ ഒരാൾ നിന്ന് കയറ്റി വിട്ടാലല്ലേ പറ്റുള്ളൂ. എനിക്ക് പറ്റുന്ന സാധനം ഇപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പോയി എവിടെയാണെന്ന് വെച്ചാൽ കണ്ട് റെഡിയാക്കി നമ്മളെടുക്കും. ഇപ്പം എനിക്ക് എല്ലാ ട്രിപ്പും ഇങ്ങനെ വരാൻ പറ്റില്ല. ഇപ്പം അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വിളിച്ചു പറയാം, അവിടെ ഇന്ന സൈസ് നീ പോയി നോക്ക്, ഇന്ന സൈസുള്ള സാധനം ഇവിടെ ഉണ്ട്, ഏത് റേറ്റിൽ കിട്ടും, എവിടെയാണ് റേറ്റ്, ഏത് മാർക്കറ്റിലാണ് റേറ്റ് കുറവ്, ആ റേറ്റിലുള്ള മാർക്കറ്റിൽ നിന്ന് സാധനം എടുത്ത് തരാൻ പറഞ്ഞാൽ അവൻ നോക്കി തരും. അതേപോലെ ഇപ്പം നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും സർവീസ് ചെയ്ത് കൊടുക്കും. കേരളത്തിലുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങളെ കെയർ ഓഫിലായാലും നിങ്ങൾക്ക് ഒരു സാധനം നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ
അത് നല്ലതാണോ കയറ്റി വിടുന്നത്, മോശമാണോ, അത് ഇന്ന സൈസ് വേണോ എന്നുള്ളത് അറിയാനായിട്ട് ഇവിടെ ഒരാൾ വേണമെങ്കിൽ അതിനായിട്ട് ഒരാൾ ഇവിടെ ഉണ്ട്. ഇപ്പം നാട്ടിലെ ഏറ്റവും എല്ലാവരും അനുഭവിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും പറഞ്ഞ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധനത്തിന് നല്ല റേറ്റും ആയിരിക്കും. സൂപ്പർ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഏറ്റവും ആവറേജിനെ കാട്ടി താഴോട്ടുള്ള ക്വാളിറ്റി കയറ്റി വിടും. നമ്മൾ അവിടെ വരുമ്പോഴത്തേക്ക് ഇത് കാണുന്നുള്ളൂ. അവിടെ വരുമ്പോഴേ കാണുന്നുള്ളൂ. അപ്പോൾ ഏത് സൂപ്പർ ക്വാളിറ്റിയുടെ റേറ്റും മേടിക്കും, ആവറേജിന് താഴെയുള്ള സാധനം കയറ്റിവിടുകയും ചെയ്യും. 3-4 ദിവസം ട്രാവലിലിരിക്കേണ്ട സാധനമാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഈ സാധനത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. അപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കും. ഇതാണ് ആൾക്കാണ് നഷ്ടം, കടക്കാരനാണ് നഷ്ടം. അതായത് ഇവിടെ ഫുൾ പർച്ചേസ് ചെയ്തിട്ട് സാധനം ഇവിടുന്ന് കൊടുത്തു വിടത്തുള്ളൂ. ഇപ്പൊ നമ്മൾ എത്ര ടണ്ണ് പർച്ചേസ് ചെയ്യുന്നോ ആ അത്രയും ടണ്ണിന്റെ പൈസ ഇവിടെ കൊടുത്താൽ മാത്രമേ അവര് സാധനം കയറ്റത്തുള്ളൂ. അവര് പോയി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ അഡ്വാൻസ് കൊടുക്കണം. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണ്, അഡ്വാൻസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫുൾ ലോഡ് കയറി വണ്ടി തൂക്കെടുത്ത് നിട്ടിട്ട് ഫുൾ പൈസ ഇട്ടിട്ട് അല്ലാതെ ആ വണ്ടി അവിടെ നിന്ന് വിടുകയില്ല. അതങ്ങനെയാണ്. അപ്പൊ ഈ വണ്ടി അവിടെ നിന്ന് വിട്ട് ഇവര് പൈസയും കൊടുത്ത് അവിടെ നിന്ന് വിട്ടിട്ട് നാട്ടിൽ ചെല്ലുമ്പോഴാണ് അയ്യോ നമുക്ക് ഇത് സ്കിൻ ഔട്ട് സാധനമാണോ അല്ലെങ്കിൽ ചെറിയ സാധനമാണോ, ഇത് കംപ്ലൈന്റ് ആവുന്ന സാധനമാണോ, അധികം ഈ സാധനമാണെന്ന് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റും. അപ്പോഴേ അറിയുള്ളൂ ഡാമേജ് ആണ് വന്നത്. അതായത് ഇതൊരു തേർഡ് ക്വാളിറ്റിയുടെ പൈസ ആവത്തുള്ളൂ. പക്ഷേ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസ കൊടുക്കുകയും ചെയ്തു. ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസ കൊടുക്കുകയും ചെയ്തു. ഈ പൈസ നമുക്ക് ഇത് വിറ്റ് എടുക്കാനും പറ്റില്ല. അവിടെ നഷ്ടം വരും. വെച്ചേക്കാൻ പറ്റൂലല്ലോ. ഇത് വണ്ടിയിൽ നിന്ന് ഈ രീതിയിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകത്ത് വെച്ച് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലോഡിന്റെ ഫുൾ പൈസ പോകും. അത് ഏകദേശം നല്ലൊരു എമൗണ്ട് വരും. ഒരുപാട് പേര് ഈ കച്ചവടം നിർത്തലാക്കി പോയിട്ടുണ്ട്. അതാ പറഞ്ഞേ ഇപ്പൊ നമ്മളോട് ഇപ്പൊ പുള്ളി വന്നിട്ട് പറയുന്ന ഒരു പ്രോപ്പർ എനിക്ക് ഈ വിലയിലുള്ള ഈ ക്വാളിറ്റിയിലുള്ള സാധനം വേണം. അപ്പൊ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും, ഇല്ലെങ്കിൽ കാണിച്ച് മനസ്സിലാക്കും. ചേട്ടാ ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇതാണെങ്കിൽ ഇതിന് ഇതാണ് റേറ്റ്. അതിൽ നിന്നും നിങ്ങൾക്ക് റേറ്റ് ഇനിയും നിങ്ങൾ താഴെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അതിൽ നിന്നും താഴെങ്കിൽ അപ്പോഴേ ഡയറക്റ്റ് പറയാൻ പറ്റും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ കൊണ്ടുപോയിട്ട് തെങ്ങിന് വളയിടാനൊക്കെ പറ്റത്തുള്ളൂ, വിൽക്കാൻ പറ്റില്ല. നമ്മൾ റേറ്റ് കുറയും തോറും സാധനത്തിന്റെ ക്വാളിറ്റി കുറയും. അത് എല്ലായിടത്തും അങ്ങനെയൊന്നല്ല. സാധനത്തിന്റെ ക്വാളിറ്റി മാത്രമല്ല സൈസും കുറയും ക്വാളിറ്റിയും കുറയും. അത് എല്ലായിടത്തും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ചിലയിടത്ത് മെയിൻ ആയിട്ട് ഇത് സംഭവിക്കുന്നുണ്ട്. ഇത് ഡെയിലി മാർക്കറ്റ് ആയതുകൊണ്ട് പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നഷ്ടം വരുന്നുണ്ടെങ്കിൽ അവർ ആ രീതിക്ക് അങ്ങ് ചെയ്തു കളയും. മനസ്സിലായോ? നമ്മൾ പൈസ അടച്ചിട്ട് നമുക്ക് പിന്നെ ഈ സാധനമാണ് കയറ്റി നമ്മൾ കേരളത്തിൽ എത്തിയിട്ട് കടയിലെത്തിയിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്ക് ഈ രീതിയിലാണ് വന്നതെന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആരും ഏക്കത്തില്ല. അതേ ഇപ്പൊ നമ്മൾ പറയണെങ്കിൽ നിങ്ങൾ വണ്ടി കൊണ്ടുവന്നേക്ക് വണ്ടിക്കാർ സൂക്ഷിക്കാതെ വെള്ളം തന്നെ വണ്ടിക്കാരെ മണ്ടയിലും വെക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും വണ്ടിക്കാരെ മണ്ടയിൽ അധികം അവർ ഏക്കത്തില്ല. അവർക്ക് അറിയാൻ പറ്റും. അതായത് ഇത് സാധനം കൊണ്ടുവന്ന് ചാക്ക് പൊട്ടിക്കുമ്പോഴേ അറിയാൻ പറ്റും ഇത് വെള്ളം കയറിയതാണോ, ഇത് അഴുകിയതാണോ, അത് ഇത് ഡാമേജ്ഡ് ആണോ, എങ്ങനെയാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റും. അത് കടക്കാർ ചെയ്യുന്നതാണല്ലോ വർഷങ്ങളോളം. ഇതിനകത്ത് അതാണ് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 25 ടണ്ണോ ഇല്ലെന്നുണ്ടെങ്കിൽ 30 ടണ്ണോ ഇവിടുന്ന് പ്രോപ്പറായിട്ട് ലോഡ് എടുക്കുന്ന ആൾക്കാർ കാണും. അവർക്ക് എപ്പോഴും ഒരു ഡൗട്ടോട് കൂടിയേ ലോഡ് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഫോട്ടോയുടെ വിശ്വാസത്തിൽ മാത്രം സമാധാനം വരുള്ളൂ. ഇത് അതേ രീതിയിൽ നമ്മളിപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. എന്തായാലും ഇവിടെ ഈ ലോഡിന് വേണ്ടി നിൽക്കുകയാണ്. അതേ രീതിയിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങി, സവാള കച്ചവടം തന്നെയാണ്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നാട്ടിലുള്ള ആർക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. അവർക്ക് ചെയ്യുന്ന ഒരു സർവീസും കൂടെയാണ് നമ്മൾ ഈ നോക്കി നടത്തുന്ന കാര്യങ്ങൾ അല്ലേ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിൽ നമ്മളെ വിളിക്കാം. ആർക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ആളില്ലെങ്കിൽ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കും. അതിന് നമുക്ക് ഒരു ഇവിടുത്തെ എന്താന്ന് വെച്ചാൽ ചെലവ് അത് നമുക്ക് എന്തായാലും തരേണ്ടി വരും. ഇവിടുത്തെ ചെലവൊന്നും അത് ഞാൻ പറഞ്ഞില്ല. അതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് ചെലവ് തരേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്കും ചിലർ കേൾക്കും ഇത് എന്തോ ഒരു എമൗണ്ട് ആണ്. എന്നാൽ പിന്നെ ഇവർ ഇതെല്ലാം പറഞ്ഞ എന്തിനാണ്, വെറുതെ ആണെന്ന് ചോദിക്കും. അതായത് ഞാൻ ഇപ്പൊ നിൽക്കുന്ന റൂമിന്റെ സ്ഥലത്തുനിന്നും ചിലപ്പോൾ അവര് ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്നായിരിക്കും എടുക്കുന്നത്. എങ്ങനെ പോയാലും ഇപ്പൊ നമ്മളിവിടെ വന്ന് കറങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായി ഇവിടെ ഒരു 150 കിലോമീറ്ററോളം ഓടമുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും മാറി ഒരു 150 കിലോമീറ്റർ ഓടമുണ്ട്. അതിനകത്ത് മൊത്തത്തിലുള്ളതെന്നല്ല പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഒരാൾ ഇതിനു വേണ്ടി നിൽക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ നമ്മുടെ നാട്ടിലായാലും പ്രോപ്പർ ഒരു ദിവസത്തെ ജോലി കൂലികൾ കാണും. ജോലി കൂലി, ഇതിന്റെ പുറകെ പോകുന്നതിന്റെ എക്സ്പെൻസ്, നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ, അങ്ങനെ ആയിട്ട് വരുന്ന ഒരു പൈസ. അതൊരു വലിയൊരു എമൗണ്ട് ഒന്നല്ല. നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് അല്ല, ഒരു ദിവസത്തെ വേതനം, നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി. നമ്മൾ അതായത് നമ്മളിപ്പോ പ്രോപ്പർ വന്ന് നിന്നിട്ട് എല്ലാവർക്കും നിന്നിട്ട് നമ്മൾ വെറുതെ വന്ന് നിന്നിട്ട് ഫ്രീ ആയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇത്. നമ്മളിപ്പോ ഔറംഗാബാദിലായിരുന്നു നിന്ന, അവിടുന്ന് ഞാൻ ഇപ്പൊ നാസിക്കിലേക്ക് വന്നു.
ഇപ്പൊ വന്ന ഇതിൽ തന്നെ കിലോമീറ്റർ ഏകദേശം എത്രത്തോളം ഉണ്ടായിരുന്നു? ഒരു 160 കിലോമീറ്റർ മേളിലുണ്ടായിരുന്നു. 180 നമ്മൾ കണക്കൂട്ടി. ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വരുന്നതിന്റെ ആ ഒരു ചെലവുകളും ബാക്കി കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുത്തറുത്തിടുന്ന രീതിയിലല്ല, മാന്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ജോലിയല്ലേ ചെയ്യുന്നത്, ജോലിക്കുള്ള കൂലി. നമുക്കൊരു ദിവസത്തെ കൂലി തരുമ്പോഴത്തേക്കും അവര് ജോലിക്കാരനാ വേണ്ടി. ഞാൻ ഇവിടെ ഓണർ ആവല്ല, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇതിനു വേണ്ടി ആവല്ല. അപ്പൊ അവരെന്ത് പറയുന്നുണ്ടെങ്കിലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അപ്പൊ ആ രീതിക്ക് അവരോട് എന്നോട് സംസാരിക്കാം. നീ ഇപ്പൊ ഏത് സമയത്താണ്, നീ അവിടെ എന്തായ അവസ്ഥ, എങ്ങനെയാണ് സിറ്റുവേഷൻ, എങ്ങനെയാണ് നീ കോൾ വിളി ഇല്ലാന്നുണ്ടെങ്കിൽ അത് കാണിച്ച് നീ പ്രോപ്പറായിട്ട് അവിടെ നിൽക്കുന്നുണ്ടോ ഇല്ലയോ, അത് ചോദിക്കാൻ അവർക്ക് റൈറ്റ്സ് ഉണ്ട്. ഇത് നമുക്കിപ്പം ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ കൂട്ടത്തിൽ അടുത്താണെന്നുണ്ടെങ്കിൽ ശരി, വേറൊരു ലോഡ് കയറുന്നതിന്റെ കൂട്ടത്തിൽ നമുക്കൊന്ന് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് പോയി നിൽക്കാം. ഈ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുമ്പോ അവിടുത്തെ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റാതായി പോകും. അപ്പൊ നമ്മൾ ജോലിക്കാരനായിട്ട് അവിടെ നിൽക്കുമ്പോ അതിൻ്റെതായിട്ടുള്ള ഇത്, അതായത് വലിയൊരു എമൗണ്ട് അല്ല, ഇതെല്ലാം കൂടെ നമുക്ക് നഷ്ടം വരരുത്, അവർക്ക് നഷ്ടം വരരുത്, ആ ഒരു രീതിക്കുള്ളത്. ആ രീതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനിപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനകത്ത് വിളിച്ചോണ്ടാ മതി. ഇതിപ്പോ പറയാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ സൈഡിലുള്ള എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ താല്പര്യമുള്ളവർക്ക് നമ്മളെ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. നമ്മളുള്ളത് എല്ലാം ഉള്ളതുപോലെ പറയുന്നുണ്ട്. ഇതിനകത്ത് കണ്ടിട്ട് വിളിക്കാൻ താല്പര്യമുള്ള ചിലർ വിചാരിക്കും, ഓക്കെ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാർ കാണും, ഞാൻ എന്തിനാ അവരെ വിട്ടിട്ട് നിന്നിലേക്ക് വരണം, നീ എന്താണ് പുതിയൊരു ഓഫർ തരണമെന്ന് ചോദിക്കും. ഞാൻ ഓഫർ തരണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിക്കണം. ഒന്നീ അവന്റെ ഈ ഇപ്പൊ ഇവിടുന്ന് കയറ്റി വിടുന്നതിന്റെ കമ്മീഷൻ വെച്ചിട്ട് നീ കുഴപ്പമില്ല, ഒരു ചാക്കിൽ ഒരു 10 ഡാമേജ് വെച്ച് കയറ്റി വിടും, എനിക്ക് അതിന്റെ പൈസ തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ കള്ളത്തരം കാണിക്കണം. നമുക്ക് തരാൻ ഓഫർ ഇല്ല. പ്രോപ്പറായിട്ടുള്ള നിങ്ങൾ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണോ, നിങ്ങൾ പറഞ്ഞു തരുന്നത് എങ്ങനെയാണോ ആ ക്വാളിറ്റിയിലും സാധനങ്ങളും നാട്ടിലെത്തിക്കും. ആ രീതിയിലുള്ള സാധനമായിരിക്കും ഇവിടുന്ന് മാക്സിമം അങ്ങോട്ട് ലോഡിങ് ആവുന്നത്. അതിനകത്ത് ഗ്യാരണ്ടി. അപ്പൊ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിലോ കമന്റ് ബോക്സിലോ ക്യാപ്ഷനിലോ എവിടെയെങ്കിലും കൊടുത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അതാണെങ്കിൽ കഴിഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മൾ ഗോഡൗൺ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വാഹനങ്ങളുണ്ട്. ആർക്കും വേണമെങ്കിലും ഉള്ളി ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. മിനിമം 200 ചാക്കാണ് നമ്മൾ ലോറിയിൽ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേറെ കോൺടാക്ട് വെച്ച് തരും, അത് ഞാനായിരിക്കില്ല. ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾക്ക് തന്നെയാണ് ഞാൻ ഉണ്ടാവാറ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി വന്ന് ഇവിടെ നിന്ന് കാര്യങ്ങൾ നോക്കാനായിട്ടാണ് ഇപ്പോൾ അമ്പ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ രണ്ടും തിരിച്ചു പോകും. അവിടത്തുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് സാബർ അവിടെ ഉണ്ടാവും. അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും, ലോഡിന്റെ ആവശ്യമാണെങ്കിലും ഇന്നത്തെ നാസിക്കിന്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നാസിക് കോൺടാക്ട് എന്ന് പറഞ്ഞ് ഇതിനകത്ത് കാണും. നാട്ടിലെ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ആ നമ്പറൂടെ ആഡ് ചെയ്യും. 2 വീഡിയോയിൽ, ഈ ഒരു വീഡിയോയിൽ 2 നമ്പറൂടെ ആഡ് ചെയ്യല്ല, കൺഫ്യൂഷൻ ആക്കല്ല. ഓരോരോ വീഡിയോയിലും ഓരോരോ നമ്പർ വെച്ചുതരാം, നിങ്ങൾക്ക് നോക്കാൻ എളുപ്പമായിരിക്കും. അതാണ് നല്ലത്, ബെറ്റർ അതാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ പരിപാടിയെല്ലാം നമ്മളിവിടെ കഴിഞ്ഞു. നമ്മളിനി എന്തായാലും തിരിച്ച് റൂമിലോട്ട് പോകണോ, ഇനി വേറെ എവിടെയെങ്കിലും പോകണ്ടോ? അല്ല, ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു 2 പയ്യന്മാർ ഇവിടെ നാസിക്കില് ഇവിടെ ഉണ്ട്, ആർമിയിലുണ്ട്. അവരെ ഒന്ന് കാണാൻ പോണം, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. വന്നിട്ട് കൂട്ടുകാരെ കാണാൻ പോകാൻ പറ്റില്ല. നമ്മൾ ആൾറെഡി ഒരുപാട് പേര് ഇവിടെ കോൺടാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, സംസാരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവരെയൊക്കെ കാണാനായിട്ട് നേരിട്ട് കണ്ട് കാണാൻ ഓരോ ബിസിനസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കുന്ന കാട്ടി നേരിട്ട് സംസാരിച്ച് നമ്മുടെ സവാളയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ഡീൽ ഉറപ്പിക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ നേരിട്ട് വന്നിരിക്കുന്നത്. സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ, ക്വാളിറ്റി ഉണ്ടല്ലോ. നല്ല സാധനമാണ്, അറിയണം, സൈസ് അറിയണം. അതെല്ലാം അവിടെ ഒന്ന് നോക്കി ക്ലിയർ ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് റേറ്റ് സംസാരിക്കണം, സാധനത്തിന്റെ ക്വാളിറ്റി നോക്കണം, സൈസ് നോക്കണം. അപ്പൊ നമ്മുടെ ഇന്ന് കഴിഞ്ഞ കച്ചവടം, ഇന്നിപ്പോ നമുക്ക് നമ്മുടെ ആവശ്യമുള്ള സാധനം കിട്ടണമെങ്കിൽ ഇന്ന് തന്നെ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറ്റിയ സാധനം നമുക്ക് പറ്റുന്ന റേറ്റിലോ സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യും. നമുക്ക് ഇനി ഔറംഗാബാദിലെ വെളിയിലത്തെ കാഴ്ചകൾ കൂടെ കാണാം അല്ലേ? നമ്മുടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണോ കറങ്ങാൻ പോകുന്നത്, അതാ ദൂരോട്ട് വല്ലതും പോകുന്നത്? ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിന് സ്ഥലം മറ്റേ ഈ പുള്ളി അടുത്തും കൂടെ ചോദിക്കണം ഏതൊക്കെയാണ് കറക്റ്റ് സ്ഥലങ്ങൾ എന്നുള്ളതേ. ലോക്കൽ സ്ഥലത്തിന്റെ പേരൊന്നും നമുക്കറിയില്ല. നമ്മളിപ്പോ 2-3 ദിവസം ഇവിടെ ഔറംഗാബാദിൽ കാണും അല്ലേ? ഇന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോകാനോ ഇന്ന് കഴിഞ്ഞാൽ ഡീലാക്കാനോ അല്ല വന്നത്. നമുക്ക് എപ്പോഴാണോ നമ്മുടെ സാധനം കിട്ടുന്നത് അന്ന് തിരിച്ചു പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മളിവിടെ ഒരാളെന്തായാലും സ്ഥിരം കാണൂല്ലോ. എന്നാലല്ലേ സാധനം കയറ്റി നമ്മൾ ഒരു ലോഡിനായിട്ടല്ലല്ലോ അന്ന്. നമുക്ക് വേണ്ട ഒരു കർഷകനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റൂലല്ലോ. പല ആൾക്കാരെ മാറിയും തിരിഞ്ഞും കണ്ടും മാറിയും തിരിഞ്ഞും വേണം നമുക്ക് എടുക്കാൻ. ഒരാളുടെ തന്നെ എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം അവരെ അത്ര ബൾക്ക് സാധനം കാണത്തില്ല. അപ്പൊ ഇത് തന്നെ ഇപ്പൊ ചിലപ്പോ 2-3 പേരെടുത്തുനിന്നായിരിക്കും നമ്മൾ എടുക്കാൻ പറ്റണം. ഇപ്പൊ നമുക്ക് ഇന്ന് ലോഡ് കിട്ടിയാലും നാളെ അവരെ കയ്യിൽ നിന്ന് കിട്ടണമെന്നില്ല. അപ്പൊ അമ്പു ഇവിടെ ഉണ്ടാവും അല്ലേ?
അമ്പു ഇവിടെ മഹാരാഷ്ട്രയിൽ തന്നെ സ്ഥിര താമസക്കാരനാവാനാണ് പോകുന്നത്. നമ്മൾ ഇത് ഡീലാക്കി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകില്ലേ? നമ്മള് ഇതൊക്കെ ഒന്ന് ഓക്കെ ആക്കി സെറ്റ് ആക്കിയിട്ട് നമ്മള് പോകും. എനിക്ക് തിരിച്ചു കയറി പോകാനൊക്കെ ഉണ്ടിട്ടുണ്ടേ. ബാക്കി അമ്പ് ഇവിടെ കാണും. ബാക്കി ഡീലിങ് കാര്യങ്ങളെല്ലാം അമ്പുമായിട്ടായിരിക്കും. പൈത്താനിലോട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഔറംഗാബാദ് ഒരു 40 കിലോമീറ്റർ വരും. 40 കിലോമീറ്റർ ഉണ്ട്. സൈഡിലൊക്കെ നല്ല അടിപൊളി മരങ്ങളൊക്കെ ഉണ്ടല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ ചെറിയ ടോൾ കണക്കത്തെ ഒരു ഏരിയ കണ്ടു. പക്ഷെ ടോളൊക്കെ ക്ലോസ് ആയതാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും ഒരു 3 പേര് ടോൾ കഴിഞ്ഞിട്ട് കൈ കാണിക്കാൻ നിൽക്കുകയാണ്. പൈസ പിരിവിനായിട്ട് നിൽക്കുന്നവരാണ്. എന്തായാലും നമ്മൾ വണ്ടി നിർത്തിയില്ല. അപ്പൊ ഇങ്ങനെയും കുറെ ആൾക്കാരുണ്ട് രാവിലെ ഇറങ്ങി അല്ലേ. നമ്മൾ കേരള വണ്ടി ആയതുകൊണ്ട് നമ്മളെ 3 പേരും കൈ കാണിച്ചു 3 സൈഡിൽ. നമ്മൾ വണ്ടി നിർത്തിയില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മളങ്ങനെ വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല അല്ലേ, കൊടുക്കത്തുമില്ല. ടോള് ക്ലോസ് ചെയ്തിട്ടും ഇവിടെയുള്ള പ്രദേശവാസികളായിരിക്കും, ലോക്കലായിരിക്കും അല്ലേ. പുറത്തുനിന്ന് അങ്ങനെ അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ആ ഒരു ഹോൾഡ് ഉള്ളതുകൊണ്ട് മാത്രമായിരിക്കും അവരിങ്ങനെ നിൽക്കുന്നത്. വണ്ടികൾക്ക് കൈ കാണിച്ച് പൈസ വയ്ക്കാൻ നിൽക്കുന്നത്. കേട്ടോ, ഈ നമ്പർ പ്ലേറ്റ് എത്രയാണെന്ന് പറയാൻ പറ്റൂ? ഇവിടുത്തെ മിക്ക വണ്ടികളും നമ്പർ പ്ലേറ്റ് ഇങ്ങനെയാണ് കേട്ടോ. പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഔറംഗാബാദിൽ ഏകദേശം 40-45 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ പൈത്താൻ എന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ. പൈത്താൻ മാർക്കറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് നേരിട്ട് കർഷകരെ ഒന്ന് കാണണം, സംസാരിക്കണം, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കർഷകരുടെ ഒരു ഡ്രസ് കോഡ് ഇതാണ് കേട്ടോ. തലയിൽ വൈറ്റ് തൊപ്പി ഉള്ളത് മിക്കവരും കർഷകന്മാരാണ് ഈ ഒരു ഡ്രസ് കോഡിൽ ഇവിടെ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ നമ്മൾ ചെറിയ ഹോട്ടലിൽ കയറി. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല, ഉച്ചക്കെങ്കിലും എന്തെങ്കിലും കഴിക്കണം. നാസ്തയുള്ള റൈസ് ഇല്ലേ? കിട്ടോ ചപ്പാത്തി കിട്ടും. ഊണും മീനും കിഴങ്ങും അവിയലും ഉണ്ടെങ്കിൽ നന്നായനെ. വീട്ടിലെ ഊണ് നമ്മുടെ ഭക്ഷണം എത്തിയിട്ടുണ്ട്. റൊട്ടിയും ചപ്പാത്തി എല്ലാം കണക്കിന്നല്ലേ അല്ലേ? വൈകിട്ട് പോകുമ്പോൾ എന്തെങ്കിലും റൊട്ടി എന്ന് പറയുന്നത്, രാവിലെ വരുമ്പോൾ ചപ്പാത്തി എന്ന് പറയുന്നത്, അതെല്ലാം വ്യത്യാസം. ഇതാണ് നമ്മുടെ കറി. ആലു ബട്ടർ എല്ലാത്തിനും മല്ലിയിലാണ് സ്പെഷ്യൽ. ഇത് ഡാലാണല്ലേ. എണ്ണയൊക്കെ കോരി ഒഴിച്ചേക്കും, കുറച്ച് ഒഴിച്ചാണ് ചപ്പാത്തിയുടെ പോലെ കഴിയും. ഇവിടുത്തെ വരണമെങ്കിൽ ഇവിടുത്തെ രീതി ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് ഇവിടുത്തെ ഏത് കടയിൽ കയറിയാലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന സവാള പ്ലസ് നാരങ്ങ, കുറച്ച് ഉപ്പും കൂടെ ചോദിച്ചാൽ തരുമില്ല. മുളകും കൂടെ ചോദിക്കും. ഇവിടെ കൂടുതലും ഉച്ചയ്ക്കൊന്നും ആരും അങ്ങനെ ചോറ് കഴിക്കാറില്ല. കൂടുതലും 3 നേരം ഈ ഭക്ഷണം തന്നെയാണ്. ഇവിടുത്തെ മറ്റേ സ്പെഷ്യലാണ് എണ്ണയിലിട്ട് ചൂടാക്കിയ മുളക് ഉപ്പിട്ട് കൊണ്ടുതരും. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക നാടൻ ടേസ്റ്റാണ്. ഇവിടുത്തെ നാടൻ ടേസ്റ്റാണ് ഇത്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അടുത്തുള്ളൊരു മാർക്കറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ പൈത്താനിൽ തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത്. ഒനിയൻ മാർക്കറ്റാണ്. അപ്പോൾ ഒരുപാട് കച്ചവടം കാര്യങ്ങൾ നടക്കുന്ന ഒരു മാർക്കറ്റാണ്. ഒരുപാട് കർഷകർ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ടാണ് കച്ചവടം ചെയ്യുന്നത്, സവാള കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ തന്നെ ഒരു മാർക്കറ്റിലോട്ട് കയറി അവിടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരുപാട് നല്ല ക്വാളിറ്റിയിലുള്ള സവാള ഇവിടെ ഇരിപ്പുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്, ചെറിയ ക്വാളിറ്റിയും വലിയ ക്വാളിറ്റിയും മോശം ക്വാളിറ്റിയും എല്ലാം ഉണ്ട്. നമുക്ക് ഏത് ക്വാളിറ്റിയാണോ ആവശ്യം ആ ക്വാളിറ്റി നമുക്ക് ലേലം വിളിച്ചെടുക്കാനേ പറ്റത്തുള്ളൂ. ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് ലേലം വിളിച്ചെടുക്കും. ലേലം വിളിയാണ് നമുക്ക്. അപ്പോൾ ആ ഒരു രീതിയാണ് കണ്ടത്. അപ്പോൾ ലേലം വിളിയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തേക്കാം. ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് കയറിയാണ്. ഇനി നമ്മൾ കർഷകരുടെ അടുത്തോട്ട് കൊണ്ട് സംസാരിക്കാനായിട്ട് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട്? നല്ല സാധനമാണല്ലേ. ഇതൊക്കെ നല്ല വലിപ്പമുള്ളതാണല്ലോ അല്ലേ. ഇതൊക്കെ ഡബിൾ സ്കിന്നാണല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിൽ ആവശ്യം അല്ലേ. കയ്യിലൊരു 3 എണ്ണം ഇരിക്കുള്ളൂ മാക്സിമം. ബോൾട്ട് എന്ന് പറയണമെങ്കിൽ ഈ സൈസ് ഇങ്ങനത്തെ വരും. ഇങ്ങനത്തെ ഒരു 4 എണ്ണം വരുമ്പോൾ 1 കിലോ വരണം. 1 കിലോ വേണം. അതാണ് വലിയ സൈസ് അല്ലേ. ബോൾട്ട് 11, 11, 12, 11, 13, 14, 13, 14, 15, 14, 1500 रुपये करा दे. 2300 रुपये करा. 11, 11, 12, 12, 13, 13, 14, 14, 15, 15, 16, 17, 17, 1800 रुपये करा. 12, 1300 रुपये करा. 16, 17, 18, 18, 18, 1900, 2000, 25, 50, 2100, 25, 2200 रुपये करा. 1000, 11, 11, 12, 12, 13, 13, 1300 रुपये करा.
1500 800 900 1000 11 12 12.5 13 13 14.5 रुपये कर दे 14 15 16 17 17.5 18 18.5 1900 2050 रुपये ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് ഡയറക്റ്റ് ഇവരുടെ അടുത്ത് ചെന്ന് കയറാൻ പറ്റും, കയറിയിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ മാർക്കറ്റിൽ പോകണം. അപ്പോൾ അവിടെ എത്രയാണ് ഈ ലേലം വിളിക്കുന്നത്, എത്രയാണ് പക്ഷേ അവിടുത്തെ റേറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇന്നത്തെ റേറ്റ് മനസ്സിലായി. ഒരുവിധം നല്ല സാധനമൊക്കെ നമ്മൾ ഇവിടുത്തെ റേറ്റ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടുത്ത നേരിട്ട് ചെല്ലുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു 2 രൂപ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചിലവും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് ഇത്രയ്ക്ക് തരാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിക്കും. ആ ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റ് ബേസ് ചെയ്ത് നിൽക്കാവും. ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ നമ്മൾ ബേസ് ചെയ്ത് നിൽക്കണം. ഇപ്പം ഈ മാർക്കറ്റ് ഈ വിലയായിരിക്കും, വേറെ മാർക്കറ്റിൽ വേറെ വിലയായിരിക്കും. അളിയും കുടിക്കും? ഇല്ല, എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തില്ല. ഞാൻ ചായ കുടിക്കാറില്ല. എനിക്ക് ഇച്ചിരി വെള്ളം മതി. ലസ്സി എങ്ങനെയുണ്ട് അളിയ? നമ്മളിനി വേറെ മാർക്കറ്റിൽ പോകുന്നുണ്ടോ? ഓക്കെ, മാർക്കറ്റ് ടൈം കഴിഞ്ഞു. ആ ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് കർഷകരാരുണ്ട് കാണാനായിട്ട്? അപ്പോൾ ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കർഷകർ. അപ്പോൾ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചാൽ ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ കച്ചവടം നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെയിനായിട്ടുള്ള മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ഈ പ്രദേശത്തുള്ള എല്ലാ കർഷകരും അവർ കൃഷി ചെയ്യുന്ന സവാള ആയാലും മറ്റ് കാര്യങ്ങളായാലും ഇവിടെയാണ് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. ആ ഷോപ്പുകളിൽ കൊണ്ട് കൊടുത്തിട്ടാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ലേലം വിളിക്കുന്ന കണ്ടല്ലോ. അപ്പോൾ ലേലം വിളിക്കുമ്പോഴും അവിടുത്തെ കർഷകർ അവിടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ കർഷകരോടൊക്കെ നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടെടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരമായി ഇവിടെ കുറേ നേരമായിട്ട് നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ അടുത്തും ചെറിയ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് പുറത്ത് അതായിട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. റേറ്റിൻ്റെ കാര്യമായാലും നമുക്ക് വേണ്ട സാധനത്തിൻ്റെ കാര്യമായാലും ഇവിടെ ചെറുതുകൊണ്ട് വലുതുണ്ട്. അപ്പോൾ നമുക്ക് വലുതാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പോണ ഒരു മാർക്കറ്റ് സാധനമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വില അല്പം കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ലോറിക്കുള്ള സാധനം എടുക്കുമ്പോഴത്തേക്ക് മാക്സിമം എത്ര കുറച്ച് തരാൻ പറ്റും എന്നുള്ള കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കയറി നിൽക്കുകയാണ്. അതായത് നാസിക്കിലെ സാധനം കംപ്ലൈൻ്റ് ആണ്. നാസിക്കിലെ സാധനത്തിനകത്ത് സിംഗിൾ ലെയറേ ഉള്ളൂ. അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവണം. അതേപോലെ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഇതിൽ വെള്ളമാവും. അതുകൊണ്ട് പെട്ടെന്ന് സാധനം കംപ്ലൈൻ്റ് ആവും. അതുകൊണ്ട് ആ സൈഡിലെ സാധനം റേറ്റ് 2 രൂപ കുറഞ്ഞു. നാസിക് അതുകൊണ്ടാകുന്നത് ഈ മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് റേറ്റ് നമ്മൾ ഇങ്ങനെ സെറ്റപ്പിലോട്ട് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ പണ്ട് വണ്ടി ഓടിയ സമയത്തായാലും ശരി തന്നെ, നമ്മൾ ഈ ഇതിൽ നിൽക്കുന്ന സമയത്തായാലും ഇതിൽ നമ്മൾ ഒരുപാട് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരുന്ന സാധനം കംപ്ലൈന്റ് ആയിട്ട് സാധനം വന്നിട്ടാണ് അവർക്ക് നഷ്ടം വന്നു പോകണം. അല്ലെങ്കിൽ അവർക്ക് നഷ്ടം വരൂല. പിന്നെ റേറ്റ് ചില ഇറങ്ങിയെങ്കിൽ അത് ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കും. ബാക്കി മൊത്തം പ്രശ്നങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവര് ഇവിടെ നിന്ന് കയറി വരുന്ന സാധനം ഒന്നീ ചെറുത് കയറ്റി വിടും, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്കിൻ ഔട്ടുള്ള കംപ്ലൈന്റ് സാധനങ്ങൾ കയറ്റി വിടും. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്തായാലും ഒരു ലോഡ് ഇറങ്ങുമ്പോൾ 4 ദിവസമൊക്കെ സാധനങ്ങൾ ഇരിക്കണം അവരെ അടുത്ത്. റൂട്ട് സെയിലല്ലേ, റൂട്ട് ഒരു 100 ചാക്കൊക്കെ ഒരു ദിവസം റൂട്ട് സെയിൽ നടക്കുള്ളൂ. അപ്പൊ ഒരു 4 ദിവസം എന്തായാലും അവർക്ക് വേണം, 4-5 ദിവസം വേണം ഈ സാധനം ഇറങ്ങിപ്പോയി. ഇത് 4 ദിവസം ഒന്നും ഇരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് നഷ്ടങ്ങളുണ്ടാകും. നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്തായാലും നമ്മൾ നേരിട്ട് കണ്ട് സാധനം നല്ലതാണെങ്കിൽ മാത്രമേ ലോഡ് കയറ്റത്തുള്ളൂ. ആരും വിശ്വസിച്ച് നമ്മൾ ലോഡ് കയറ്റാൻ നിൽക്കുന്നില്ല. നമ്മളൊന്നും കാണിക്കില്ല. ഈ സാധനം നല്ലതാണ്, നല്ല റേറ്റാണ്. ഈ ആളിനെ കൊണ്ട് ഇപ്പൊ നമ്മളെടുത്ത് കൊടുക്കുന്ന ഒരാള് നാളെ നമ്മളെ വിളിക്കണം. ഇപ്പൊ നമ്മൾ ഇവര് ഇത് കൊടുത്ത് 1 രൂപ കിട്ടിയാലേ അവരെന്തിനു വിടും, നാളെ നമ്മളെ വിളിക്കത്തുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ നോക്കണം. നമ്മൾ
നമ്മളിപ്പോ നമ്മളെ മാത്രം കാര്യം മാത്രം കാര്യമില്ല. ഈ സാധനത്തിനെ പറ്റി നമുക്ക് അറിയത്തില്ല. ഈ പറയും പോലെ നമ്മള് അവിടെ ഇന്ന സ്ഥലത്ത് ലോഡുണ്ട്, പോയി വണ്ടി കയറ്റാൻ പറയും, വണ്ടി കൊണ്ടുവരും. നമ്മളവിടെ കൊണ്ടിട്ടിട്ട് നമുക്ക് നമ്മളെ കാര്യങ്ങളുണ്ട്. നമ്മള് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ രാത്രി വണ്ടി ഓട്ടിക്കാൻ നമ്മൾ കിടന്നുറങ്ങും. ഇവര് അട്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടാനൊക്കെ നമ്മൾ നോക്കുള്ളൂ. സാധനം ഇവിടെ വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവർ പറയണ ഏത് അഴുക്ക് സാധനമായി പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയണം. പിന്നെ നമ്മൾ കുറെയൊക്കെ നമ്മളും ചെക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. എന്നാലും അതും അത്ര ഇതാവൂല, നമുക്കിതിനെ പറ്റി അറിഞ്ഞൂടല്ലോ. ഇപ്പൊ പിന്നെ നമ്മൾ കുറെയൊക്കെ ഇതിനെ പറ്റി പഠിച്ചു. അതുകൊണ്ട് നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം. വേറൊരു വശം കൊണ്ടുണ്ട്, അതറിയാം. ഇപ്പൊ വിളവെടുക്കണേല് ചെറുത് മുതൽ വലുത് വരെയും വരും, മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ വലിയ സാധനം വേണമെന്ന് നിർബന്ധമായിട്ട് അവരുടെ പറഞ്ഞാൽ അവർക്ക് ചെറിയ സാധനം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മള് ആ ഒരു മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെയും കർഷകരെ കാണാനായിട്ട് 1-2 സ്ഥലത്ത് പോയി. അപ്പൊ ചെന്നിടത്തൊക്കെ നമ്മൾ വീടുകളിലാണ് ചെന്നത്. അപ്പോൾ കൂട്ടത്തിൽ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല. ഒരാളുടെ വീട്ടിലിട്ട് കയറി ചെല്ലുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് പോകണം അത്ര ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് കൂടുതൽ വീഡിയോ എടുത്തില്ല. അതുകൊണ്ട് എന്നാലും അവരുമായിട്ട് സംസാരിച്ച് പല കാര്യങ്ങളും അറിയുകയും കോൺടാക്റ്റുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. നാളെ നമ്മൾ ഓരോരോ അന്വേഷണങ്ങളുമായിട്ട് നാളെ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. നാളെ പുതിയ സ്ഥലങ്ങളിലോട്ട് പോവും, പുതിയ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ മഹാരാഷ്ട്രയിലെ 2ാമത്തെ ദിവസമാണ് നമ്മുടേത്. നമ്മളിനി നാസിക് സൈഡിലോട്ടാണ് പോകുന്നത് അല്ലേ? ഇന്നത്തെ യാത്ര നേരെ നാസിക് സൈഡിലോട്ടാണ്. അവിടെ പോയി അവിടെയുള്ള കർഷകരുമായിട്ട് സംസാരിച്ച് അവിടുത്തെ സാധനങ്ങളും അവിടുത്തെ വലിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇതെല്ലാം നോക്കി പഠിച്ചിട്ട് വേണം അല്ലേ? നമുക്ക് ഒരു സ്ഥലം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, 2 സ്ഥലങ്ങൾ നോക്കി വയ്ക്കണം. ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ആവശ്യമായ ലോഡ് ആരെയും എടുക്കണം എന്ന്, എവിടെയാണ് റേറ്റ് വ്യത്യാസം, എവിടെയാണ് ക്വാളിറ്റി ഉള്ള സാധനം, എവിടെയാണ് നല്ല സാധനങ്ങൾ നോക്കിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത റൂമാണിത്. ഇപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ 24 മണിക്കൂറാണ് റൂം റെന്റ്. അങ്ങനെയായിരുന്നു നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ളത്. പക്ഷേ വ്യത്യസ്തമായ ഒരു കാര്യമായതുകൊണ്ട് അതും കൂടെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ 9 മണിക്ക് റൂം എടുത്തു, രാത്രി 9 മണിക്ക് ഉറങ്ങാൻ നേരത്ത് അവർ ഒന്ന് പറഞ്ഞിട്ട് റൂം ടൈം കഴിഞ്ഞു, നീ വെക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും റീപേയ്മെന്റ് ചെയ്യണം, അടുത്ത ദിവസത്തേക്കുള്ള 12 മണിക്കൂർ നീട്ടണം. അപ്പോൾ നമുക്ക് ആദ്യം റൂം എടുത്ത സമയത്ത് 1000 ആയിരുന്നു 12 മണിക്കൂർ വേണ്ടി. 12 മണിക്കൂറൊക്കെ നമ്മൾ ഒരു ദിവസം എന്ന് വിചാരിച്ചാണ് ആ ഒരു പേയ്മെന്റ് ചെയ്തത്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് അവർ പറയുന്ന ചാർജ് കൂടെ ചെയ്തു. അപ്പോൾ ഇറങ്ങാം. ഇത് നമ്മുടെ ബെഡ്ഷീറ്റാണ്, നമ്മളെ കാറിൽ ഇരുന്ന ബെഡ്ഷീറ്റാണ്. നമുക്ക് കാറിൽ കിടക്കുമ്പോൾ ഉറങ്ങണ്ടേ അല്ലേ? അതെ, റൂമിലെ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടെന്ന് പറയല്. അപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് നോക്കാം. ഇന്നിപ്പോൾ രാവിലെ മഴയൊന്നുമില്ല, ബാക്കിയായില്ലേ? നമ്മളെ വണ്ടിയുടെ കോലം നോക്കി, നമ്മളെ വണ്ടിയുടെ കാലം നല്ല രീതിക്ക് ചെളിയൊക്കെ ആയി. 2000 കിലോമീറ്റർ ആയില്ലേ നമ്മള്. അപ്പോൾ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആരും ഹെൽമെറ്റ് ഒന്നും ഉപയോഗിക്കുന്ന കാണാറില്ല, കണ്ടിട്ടുമില്ല. വളരെ റയറായിട്ട് സിറ്റി സൈഡിൽ പോകുമ്പോഴത്തേക്കും ജീവന് ആഗ്രഹമുള്ളവർ മാത്രം, അല്ലെങ്കിൽ കണ്ടില്ല ഹെൽമെറ്റ് ഇല്ല. പുള്ളിക്കാരൻ ഹെൽമെറ്റ് ഓക്കെ, അത് ലേഡിയാണെന്നോ. പിന്നെ ഇവിടെ മറ്റെല്ലാരും ഫുള്ള് മുഖമൊക്കെ മൂടി കെട്ടിയുള്ളവരുണ്ട് കേട്ടോ. അതുണ്ടാ മറ്റേ മമ്മി ശവപ്പെട്ടിന്ന് ഇറങ്ങി നടക്കണ ഓരോ മുഖംമൂടിന്ന് കെട്ടി നടക്കുന്നത്. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണ് കറുത്ത കണക്കുള്ള പൊടി മണ്ണാണ്. ഭയങ്കരമായിട്ട് പൊടിയും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷമാണ് മൊത്തത്തിൽ ഇവിടെ. പ്രത്യേകിച്ച് ഈ മഴ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര പൊടിയാണ്. ബൈക്കിൽ പോണ എല്ലാവരും മാസ്ക് അല്ലെങ്കിൽ മൂടി കെട്ടിയാണ് ഇവിടെ യാത്ര ചെയ്യുന്നത്. അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഇനി ഹെൽമെറ്റും കൂടെ വെക്കാത്തതല്ലേ? ഹെൽമെറ്റ് വെക്കുന്നവരുണ്ട് കേട്ടോ. എനിക്കൊന്ന് ദൂരോട്ട് പോണവരൊക്കെ ഹെൽമെറ്റ് വെച്ചിട്ടാ പോണേ. ഇവിടെ അടുത്ത് കിടന്ന് കറങ്ങുന്നവരല്ലേ, അവരാണ് ഹെൽമെറ്റ് വെക്കാത്ത. ഇവിടെ വളരെ ശ്രദ്ധിച്ച് വേണം വാഹനങ്ങൾ ഓട്ടിക്കാൻ. നമ്മള് കണ്ടുപോലും കാണാത്ത കാര്യങ്ങളായിരിക്കും ഇവിടുത്തെ രീതി അല്ലേ? ഓപ്പോസിറ്റ് കയറി വരുന്ന ഇട സൈഡിൽ കൂടെ, ഇതില് കോമഡി വലത് സൈഡിൽ കൂടെ കയറി വരുന്നതാണ്. ഇപ്പൊ നമ്മള് ജസ്റ്റ് കുറച്ച് മുമ്പ് അങ്ങനെ പോയതേ ഉള്ളു. കാർ നോക്കിയാണ് മൊത്തം പൊളിഞ്ഞിരിക്കുന്നില്ലേ. ഒരപ്പാണ്, മൊത്തം ഒരപ്പാണെന്ന് തോന്നുന്നു. ബസ് കല്ലെറിഞ്ഞ് പൊട്ടിച്ചേക്കുന്നല്ലേ. ഏതാ വണ്ടി തട്ടി എന്നിട്ട് അങ്ങനെ ഒന്നും മിണ്ടിയില്ല. ആ ബസ് കൊണ്ടൊന്ന് എന്റെ ഈ സൈഡ് ചേർക്കുവോ? ഇതാണ് അണ്ടർ പാസ് അല്ലേ? കൊള്ളാല്ലേ? മുകളിൽ റൂഫൊക്കെ ചെയ്തിട്ടുണ്ട്. അയ്യപ്പ സ്വാമി ക്ഷേത്രമെന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിലും. അപ്പോൾ ഒരുപാട് മലയാളികൾ ഈ ഭാഗത്തുണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും അങ്ങനെ ഒരു ബോർഡ് വെച്ചതല്ലേ. ആദ്യമായിട്ടുണ്ടെന്ന് മലയാളം ബോർഡ് മഹാരാഷ്ട്രയിൽ കാണുന്നത്.
അപ്പോൾ നമ്മൾ ഔറംഗാബാദിൽ നിന്ന് നാസിക്കിലോട്ട് പോകുന്ന വഴിയിലാണ്. ഏകദേശം ഇനി ഒരു 180 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ മാപ്പിലെ ചേച്ചി. ഒരു വണ്ടിക്ക് സൈഡ് ഗ്ലാസ് ഇല്ല, ട്രിപ്പിള്, നോ ഹെൽമെറ്റ്, എങ്ങനെ വേണമെങ്കിലും ഓട്ടിക്കാം അല്ലേ. ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന ഒരു മരമാണല്ലേ ഇത്. ഈ ചുവന്ന പൂവുള്ള ഒരുപാട് സ്ഥലത്ത് മൂത്ത് നിൽപ്പുണ്ട്, നല്ല ഭംഗിയാണ്. നമ്മൾ ഇന്നലെ പോയത് ഈ സ്ഥലത്ത് നിന്ന് 45 കിലോമീറ്റർ ദൂരെ ആയിരുന്നു പൈത്താൻ, അങ്ങോട്ടാണ്. നമ്മളിനി പോകുന്നത് നാസിക്. നമ്മുടെ നാട്ടിലെ KSRTC-നകത്ത് ഗവൺമെന്റ് വണ്ടിയാണ്. ലുക്ക് കൊള്ളാല്ലേ, വളരെ പഴയ വണ്ടികളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ നാസ്ത കഴിക്കാനായിട്ട് ചെറിയൊരു ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. എന്താണ് നാസ്ത എന്ന് അറിയാൻ വയ്യ, ഇവിടുത്തെ എന്താണ് മെനു എന്ന് അറിയാൻ വയ്യ, നോക്കാം. സാധാരണ ചപ്പാത്തി ഡാൽ കറിയാണ്, ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്ന് നോക്കാം. അല്ലെ കൈ എഴുതുന്ന സെറ്റപ്പ് ഇതാ, വാ മുട്ടുകുത്തിക്കണോ? അവിടെ വെള്ളം ഇല്ല ഹേ, ഇവിടെയാണ് വെള്ളം, തുറക്ക് ഹേ. താഴേന്ന് വേണം ഇത് കൈ എഴുവാൻ, മുകളിൽ കയറി എന്നിട്ട് കൈ എഴുതും. ചപ്പാത്തിയും റൊട്ടിയും പിന്നെ ഡാലും ഒക്കെ പ്രതീക്ഷ സ്ഥലത്ത് നമുക്ക് മസാല ദോശ ഇട്ടിരിക്കുകയാണ് അല്ലേ. അടിപൊളിയായിട്ടുണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ബില്ല് കൊടുക്കുമ്പോൾ ഹാപ്പിയായി. എൻ്റെ മുടിയെല്ലാം വെട്ടിക്കളഞ്ഞു. 120 പോവാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാർ 120, ബസ് 100. എന്നാ പിന്നെ നമുക്ക് 120 പോവാം അല്ലേ. നമ്മൾ നിയമം അനുസരിച്ച് മാത്രമേ വണ്ടി ഓട്ടിക്കുള്ളൂ അല്ലേ. 120 പോവാൻ പറഞ്ഞാൽ 120 പോകും. അത്രേ ഉള്ളൂ. 100 കഴിഞ്ഞ് 110 ആയതേ ഉള്ളു. 110 പിന്നെ 120 ആണല്ലേ. ഓക്കെ 10 കാണിക്കൂലല്ലേ. 10 ഇല്ല, 120 വന്ന് ടച്ച് ആയി. എക്സിറ്റ് 18. ഇവിടെ ഓരോ മെയിൻ ഹൈവേ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള റോഡുകൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ടല്ലേ. മെയിൻ ഹൈവേ അപ്പൊ എക്സിറ്റ് നമ്പർ ഇടും. നമുക്ക് ഏത് സ്ഥലത്താണ് പോവേണ്ടത് ആ സ്ഥലത്തിന് ഈ എക്സിറ്റിന് മുമ്പായിട്ട് കുറെ ദൂരം മുമ്പ് തന്നെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്തോട്ട് പോകാനുള്ള എക്സിറ്റ് നമ്പറും അതിന്റെ കൂടെ തന്നെ ചേർത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് മൊത്തം കട്ട കമ്പനികളാണ് അല്ലേ. മണ്ണ് കുഴച്ച് ചുടുകല്ലുണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ അത്രയും ഫാസ്റ്റാഗ് ഇല്ല ഇവിടെ. ലാസൂർ ടോൾ പ്ലാസ ഇപ്പൊ ഒരു ചെറിയ ടോൾ പ്ലാസ ആയിരുന്നു കേട്ടോ ഇപ്പൊ കഴിഞ്ഞത്. അവിടെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചില്ല, പക്ഷെ പിക്കപ്പും ലോറിയും ഒക്കെ അവിടെ നോക്ക്. ഇപ്പൊ തള്ള വണ്ടിയിൽ എണ്ണ അടിക്കാതെ വന്നിരിക്കുകയാണ്. വാവ്, ബ്യൂട്ടിഫുൾ കൃഷിയിടം. സവാളയാണല്ലേ. അതൊക്കെ സവാള ശേഖരിക്കുന്ന സ്ഥലം. സവാള കയറണ ഇത്രയും പൊക്കത്തി കയറ്റോടെമാര്. അതിന്റെ രജിസ്ട്രേഷൻ നോക്കാം എവിടെയാണെന്ന്. MB നല്ല അടിപൊളി സവാള കേട്ടോ. ഇവിടെ ഇത് മാർക്കറ്റിൽ പോണ സവാള ഇതേപോലെ ചെറിയ ചെറിയ ട്രാക്ടറിലായിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് അവിടെ കൊണ്ടു ചെന്നിട്ട് അപ്പൊ ഈ ഇതെല്ലാം ഇവര് കൊണ്ടുപോണ മാർക്കറ്റിലോട്ടാണ് നമ്മളും പോകുന്നത്. നമ്മളിപ്പം മാർക്കറ്റിലല്ലേ പോണ. നമ്മള് വേറെ ആളിനെ കാണാൻ പോയി. ഓക്കെ, ഇവിടെ ഉള്ള ആളെ കാണാൻ പോവുകയാണ്. നമ്മുടെ ഗോൾഡിന്റെ ഒക്കെ റേറ്റ് കണക്കാണ് സവാളയുടെയും റേറ്റ് മാറുന്നല്ലേ. ഒരു ദിവസം ഓരോ വിലയായിരിക്കും. അതും ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ വില അറിയാൻ പറ്റൂല്ലേ ഒരു ദിവസം. രാവിലത്തെ മാർക്കറ്റ് 9 മണി മാർക്കറ്റ് ഉണ്ട്, 10 മണി മാർക്കറ്റ് ഉണ്ട്, 11 മണി മാർക്കറ്റ് ചാലുവാകുമ്പോഴാണ് റേറ്റ് വ്യത്യാസം പറഞ്ഞ. ഇപ്പം ഇവിടത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് മാർക്കറ്റ് വ്യത്യാസം പറഞ്ഞ. മഴ പിന്നെ ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ കയറിയ വില വ്യത്യാസങ്ങൾ വരും. മേടിക്കാൻ ഒരുപാട് ആൾക്കാരും സാധനം ഇല്ലെങ്കിൽ റേറ്റ് കയറും. റേറ്റ് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ട് ഡിമാൻഡ് കൂടും. സാധനം ഒരുപാടുണ്ട്, മേടിക്കാൻ ആള് കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈന്റ് അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് തിരിച്ചാവും, വില കുറയും. മഹാരാഷ്ട്ര ലാസൂറിലെ ഇന്നത്തെ പെട്രോളിന്റെ വില എന്ന് പറയുന്നത് 112 രൂപ 34 പൈസയാണ്. നമ്മളെന്തായാലും 2500 രൂപയ്ക്ക് എണ്ണ അടിക്കുന്നുണ്ട്. നാരങ്ങത്തോട്ടങ്ങൾ ഇത് മറ്റേ വലിയ നാരങ്ങയില്ലേ, അല്ല നാരങ്ങ അല്ലത്, നാരങ്ങ ഓറഞ്ചും അല്ലേ. പിന്നെ പേരക്കയും കാണാൻ പറ്റും. ഇതൊക്കെ ഉള്ളിയുടെ പാടങ്ങളാണ്, വിളവെടുത്ത് കഴിഞ്ഞതാണെന്ന് തോന്നുന്നില്ലേ. ഓടി ഓടി നമ്മളൊരു ഓഫ് റോഡ് എത്തി. അപ്പൊ ഇവിടെ അടുത്തവിടെ പോത്തും കാളയും കൊണ്ടെന്ന് തോന്നുന്നു. നിർത്തിയിട്ട് കൊടുക്കുക, അതൊക്കെ പോട്ടല്ലേ, ഉരച്ചുകൊണ്ട് പോകും. എരുമ, ഇത് കാള, പോത്തില്ലേ. ഇതൊക്കെ കൂടുതൽ എരുമയാണ്. എരുമയ്ക്കാണ് അകിടുള്ള, പെണ്ണിനാണ് എരുമയെന്ന് പറയുന്നത്. ഓക്കെ, പോത്താണ് ആണ്. ഇട സൈഡില് ഇവിടെ ഒരു കിണർ കുഴിക്കുന്നുണ്ട്. അതായത് പാറയുടെ പുറത്താണ് അവര് കിണറിന്റെ സ്ഥാനം കണ്ടത്. അപ്പൊ അത് കുഴിച്ച് അവിടുത്തെ അടിയിലുള്ള കല്ലുകളൊക്കെ പുറത്തോട്ട് എടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം അല്ലേ. ഇപ്പൊ ഒന്ന് കയറി നോക്കിട്ട് അകത്തുനിന്ന് പാറ പൊട്ടിച്ചിട്ട് അത് മുകളിലോട്ട് കയറ്റുന്നത്. ഒരു സൈഡ്
വേറൊരു വിഷയമുണ്ട്, കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമായിരിക്കും. വെള്ളം എടുക്കണമായിരിക്കും. അതുകൊണ്ട് അത് റോൾ ചെയ്യാം കേട്ടോ. അവിടെ കൊണ്ടൊന്ന് വെച്ചെടുക്കും. ഫുള്ള് പാറയാണ്, ഒരു പരുവം കഴിഞ്ഞ് അങ്ങോട്ട് ഫുള്ള് പാറയാണ്. മൊത്തം അവർ മറ്റേ ഇതിട്ട് പൊട്ടിച്ചിട്ട് ഇതേപോലെ ഈ കിടക്കുന്ന പാറ മൊത്തം ഇതിൽ നിന്ന് പൊട്ടിച്ചെടുത്താണ്. എന്ത് കഷ്ടപ്പാടാണ് നയിക്കാൻ. പിന്നെ ഇവിടെ വെള്ളം കുറവായിരിക്കും അല്ലേ? അപ്പൊ വളരെ കുറവുള്ള സ്ഥലം തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ 10 വീടിന്റെ അടിസ്ഥാനം കെട്ടാനുള്ള പാറ അവര് കിണർ കുഴിച്ചെടുത്തിട്ടുണ്ട്. മറ്റേ മരുന്നൊക്കെ വെച്ചായിരിക്കും പൊട്ടിക്കുന്നില്ലേ അടി? കണ്ടിട്ട് തമ്മര് വെച്ച് പൊട്ടിക്കും പോലെയാണ് തോന്നണം. അടിയിൽ കണക്ഷൻ പോയിട്ടുണ്ട്. ഇത് മറ്റേ വയർ കണ്ട കറണ്ട് വഞ്ച വയറല്ലേ ഇവര് മറ്റേ ഫില്ലർ ഇട്ട് കുത്തി ഇതാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇവര് കയറി വരും. പാളിറങ്ങി പോണൊക്കെ എല്ലാം ഡേഞ്ചർ. പക്ഷേ ഇവര് സേഫ്റ്റി വളരെ കുറവാണല്ലേ? ഒന്നുണ്ടോ വെള്ളത്തിന്റെ ഒരു അംശം പോലും കാണാൻ പറ്റില്ല കേട്ടാ. പാറയല്ലേ, പക്ഷെ സൈഡ് പാറയെന്നൊക്കെ ഇത് വരുന്നുണ്ട് കേട്ടാ. ഏതാണ്? സൈഡിൽ നിന്നൊക്കെ ഉറവ് ഇറങ്ങും പോലെ ചെറിയ രീതിയിൽ അതുകൊണ്ട് വെള്ളം ഇറങ്ങണുണ്ട്. അതെനിക്ക് ചൂടിന്റെ ഇത് കൊണ്ടിട്ടുള്ള ഇറങ്ങണായിരിക്കും. നമ്മുടെ നാട്ടിൽ വരുന്ന ഉള്ളി, അരി, എന്തായാലും പച്ചക്കറി ആയാലും പഴവർഗ്ഗങ്ങളായാലും ഓരോ സ്ഥലത്ത് കൃഷി ചെയ്ത് വരുന്നതാണ്. നമ്മുടെ കൈ കിട്ടുമ്പോൾ അത് എങ്ങനെ വന്നു എന്ന് അറിയത്തില്ല. പക്ഷേ കണ്ടോ, കൃഷി ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം അവർ വലിയൊരു കിണർ കുഴിച്ച്, ആ കിണറാണെങ്കിൽ മൊത്തം പാറ, അത് പാറ പൊട്ടിച്ച് വെള്ളം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും കഷ്ടപ്പാടൊക്കെയാണ് ഓരോ കർഷകനും. ആ മണ്ണും പാറ ഇതെല്ലാം ഇതിൽ നിന്ന് എടുത്തതാണ്. പാറയില് ഹോളുണ്ടോ? മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോഴത്തേക്കും ഒരു കൗതുകം തോന്നി, അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ അവിടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളും മനസ്സിലായി. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം.